السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 250 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ ഒരു അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരിങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 250 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്തഅ്ജിലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസനതി വഖദ് ഖലത് മിൻ ഖബ്ലിഹിമുൽ മസുലാത്ത് വഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസി അലാ ളുൽമിഹിം വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. ويقول الذين كفروا لولا أنزل عليه آية من ربه إنما أنت منذر ولكل قوم هاد الله يعلم ما تحمل كل أنثى وما تغيض الأرحام وما تزداد وكل شيء عنده بمقدار عالم الغيب والشهادة الكبير المتعال سواء منكم من أسر القول ومن جهر به ومن هو مستخف بالليل وسارب بالنهار له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. പരിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 6 മുതൽ 13 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 13-ാമത്തെ ജുസിൽ 250-ാം പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ മഹാപ്രപഞ്ചം വളരെ വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് മനുഷ്യൻ മരിച്ചതിനു ശേഷം മറ്റൊരു ജീവിതം അവന് നൽകാൻ കഴിയുമെന്നും അതിന് കഴിയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നത് പരമവിഡ്ഢിത്തമാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്. ഇല്ലായ്മയിൽ നിന്നാണ് മനുഷ്യൻ അള്ളാഹു തആല പഠിച്ചത്. അവൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും അവനെ സൃഷ്ടിക്കുകയില്ലെന്ന് ജൽപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്നും കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ ദൃഷ്ടാന്തങ്ങളുടെയും നേരെ കണ്ണടച്ച് മരിച്ച മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് സത്യനിഷേധികൾ പരിഹാസത്തോടെ ചോദിച്ചതും നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ടു. ഈ പറയുന്നത് അവർ ഉന്നയിച്ചിരുന്ന മറ്റൊരു പരിഹാസ ചോദ്യമാണ്. അതായത് അവരോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ അതിങ്ങോട്ട് വരട്ടെ, അത് വേഗം ഇങ്ങോട്ട് വരട്ടെ എന്ന ധിക്കാര മനോഭാവത്തോടു കൂടിയുള്ളവരുടെ ചോദ്യം. അല്ലാഹു തആല ചോദിക്കുകയാണ്, ഇവരെന്താണ് ചിന്തിക്കാത്തത്? ഇവരെപ്പോലെ എത്ര നിഷേധികളാണ് കടുത്ത ശിക്ഷകൾക്ക് മുമ്പ് വിധേയരായിട്ടുള്ളത്? എത്രയോ ഉദാഹരണങ്ങളുണ്ടല്ലോ. അതവർക്ക് അറിയുകയും ചെയ്യാം. അതേപോലെ വല്ല ശിക്ഷയും ഇവർക്കും വരാമല്ലോ. പിന്നെ അള്ളാഹു പെട്ടെന്ന് ചിലപ്പോൾ നടപടിയെടുത്തില്ല എന്ന് വരും. അത് അവൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. മനുഷ്യരുടെ അതിക്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ അപ്പപ്പോൾ തന്നെ നടപടി എടുക്കേണ്ടതാണെങ്കിലും അള്ളാഹുവിൻ്റെ ദയ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുകയാണവൻ. അതേസമയം ശിക്ഷാ നടപടി എടുക്കുമ്പോഴോ അത് കഠിനതരവുമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു തആല മറുപടി പറയുന്നത്. നോക്കാം 6-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
وَيَسْتَعْجِلُونَكَ بِالسَّيِّئَةِ قَبْلَ الْحَسَنَةِ وَقَدْ خَلَتْ مِنْ قَبْلِهِمُ الْمَثُلَاتُ وَإِنَّ رَبَّكَ لَذُو مَغْفِرَةٍ لِلنَّاسِ عَلَى ظُلْمِهِمْ وَإِنَّ رَبَّكَ لَشَدِيدُ الْعِقَابِ. വയസ്തഅ്ജിലൂനക, അങ്ങയോട് അവർ ധൃതി കൂട്ടുന്നു, ബിസ്സയ്യിഅത്തി, തിന്മ വേണമെന്ന്, അതായത് ശിക്ഷ വേണമെന്ന്, ഖബലൽ ഹസനത്തി, നന്മക്ക് മുമ്പേ തിന്മ വേണമെന്ന്. തിന്മ എന്ന് പറഞ്ഞാൽ ശിക്ഷ വേണമെന്ന്, അതാണ് ഉദ്ദേശം. അവർ അങ്ങയോട് ധൃതി കൂട്ടുന്നു. വയസ്തഅ്ജിലൂനക എന്ന് പറഞ്ഞാൽ അങ്ങയോട് അവർ ധൃതി കൂട്ടുന്നു. വഖദ് ഖലത്, കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ്, അൽ മസുലാത്ത്, മാതൃകായോഗ്യമായ ശിക്ഷാ നടപടികൾ, പാഠം പഠിപ്പിക്കുന്ന ശിക്ഷാ നടപടികൾ, അതവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും ചിന്തിക്കാതെ അവർ പറയാ ശിക്ഷ വേഗം കൊണ്ട് വരട്ടെ. മസുലാത്ത് എന്ന് പറഞ്ഞാൽ അൽ ഉഖൂബാത്തുൽ മുനക്കിലാത്ത് എന്ന് പറയാം നമുക്ക്. മസുലത്തുൻ എന്നതാണ് അതിൻ്റെ സിംഗുലർ, അതിൻ്റെ പ്ലൂറലാണ് മസുലാത്ത് എന്ന് പറഞ്ഞാൽ മാതൃകായോഗ്യമായ ശിക്ഷാ നടപടികൾ, മറ്റുള്ളവർക്ക് പാഠമാകുന്ന ശിക്ഷാ നടപടികൾ. വഇന്ന റബ്ബക, തീർച്ചയായും അങ്ങയുടെ രക്ഷിതാവ്, ലദു മഗ്ഫിറത്തിൻ, പുറത്തു കൊടുക്കുന്നവനാണ്, ലിന്നാസി, ആളുകൾക്ക്, അലാ ദുൽമിഹിം, അവരുടെ അതിക്രമങ്ങൾ. എന്നാൽ അക്രമം ചെയ്തിട്ട് കൂടി മനുഷ്യർക്ക് പാപമോചനം നൽകുന്നവനാണ് താങ്കളുടെ നാഥൻ. അപ്പോൾ ഇപ്പം നിങ്ങൾ ധിക്കാരത്തിൽ മുഴുകുന്നുവെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് പിടിച്ച് ശിക്ഷിച്ചില്ലാന്ന് വരും. സാവകാശം തരാണ് ദയ കൊണ്ട്. പിടിച്ചാലോ, വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, അങ്ങയുടെ രക്ഷിതാവ് ലശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകുമ്പോൾ എന്നാൽ പിന്നെ അതിങ്ങോട്ട് വരട്ടെ എന്നവർ പറയുമായിരുന്നു. വിശ്വസിച്ചാലുള്ള ഗുണത്തെപ്പറ്റി പറയുമ്പോഴോ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയുമില്ല. വിശ്വസിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ട്, നന്മകളുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ ആ നന്മകൾക്ക് മുമ്പ് ശിക്ഷ എന്ന് പറയുന്ന തിന്മ ഇങ്ങോട്ട് വരട്ടെ. സൂറത്തുൽ അൻഫാൽ 32 ഇതേപോലെ അവർ പറഞ്ഞിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അവ ഇത്നാ ബിഅദാബിൻ അലീം. പടച്ചവനെ, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് നീ ആകാശത്ത് നിന്ന് കന്മഴ വർഷിക്കണമേ, എന്നാൽ ശിക്ഷ കൊടുമേ എത്തിക്കണമേ. ശരിക്കും അവരെന്താ ചെയ്യേണ്ടത്? ഇത് സത്യമാണെങ്കിൽ ഞങ്ങൾ ആ സത്യത്തിലേക്ക് നയിക്കണമേ എന്നാണ് അവർ അപേക്ഷിക്കേണ്ടത്. പകരം അവർ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അല്ലാഹു തആല പറയാണ്, ശിക്ഷ വേഗം വരട്ടെ എന്ന് പറഞ്ഞ് അത്രക്കങ്ങ് ധൃതിപ്പെടേണ്ടതില്ല. കാരണം അത് വന്നിട്ടുമുണ്ട്. അവരെ പാഠം പഠിപ്പിക്കുന്ന തരത്തിലുള്ള പല ശിക്ഷാ നടപടികളും മുമ്പുള്ള സമുദായങ്ങൾക്ക് നേരിട്ട് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ 7-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. മുശ്രിക്കുകളുടെ മറ്റൊരു പരിഹാസമാണ് 7-ാം ആയത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധത തെളിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അതൊന്നും വകവെക്കാതെ വേറെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. വേറെയും ഒരുപാട് സൂറകൾ അല്ലാഹു തആല വിഷയം പറയുന്നുണ്ട്. 6-ാം അധ്യായം 8-ാം സൂറത്തിൽ 8-ാം ആയത്തിൽ, 10-ാം അധ്യായം 20-ൽ, 25-ാം അധ്യായം 21-ൽ, 17-ാം അധ്യായം 90-93-ൽ ഇവിടെയൊക്കെ ഈ വിഷയം അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നബിയെ ബുദ്ധിമുട്ടിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഒരു ഉദ്ദേശം. സ്ഥാനത്തോ അസ്ഥാനത്തോ നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ചോദിക്കേണ്ടതാണോ അല്ലാത്തതാണോ എന്ന് ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുസ്ലിങ്ങളെയും ബുദ്ധിമുട്ടിക്കുക, ഇതാണ് അവരുടെ രീതി. ചിലപ്പോൾ അവർ പറയും, മുൻകാലത്ത് പ്രവാചകന്മാർ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിരുന്നല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിന് വടിയുണ്ടായിരുന്നു, സാലിഹ് നബി അലൈഹി സ്വലാമിന് ഒട്ടകമുണ്ടായിരുന്നു, നിനക്കെന്താ ദൃഷ്ടാന്തമൊന്നും ഇല്ലാത്തത്? ഇങ്ങനെ ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഒരു മനപ്രയാസം ഉണ്ടാവും. അങ്ങനെ ഒരു മുഅ്ജിസത്ത്, ഒരു സ്ഥിരം മുഅ്ജിസത്ത് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നും, സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം തീരെ ഇല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങ് ഒരു താക്കീതുകാരൻ മാത്രമാണ്. ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കാനുള്ള കഴിവോ ചുമതലയോ അങ്ങേക്കില്ല. അവരെ ഉപദേശിക്കുക, താക്കീത് ചെയ്യുക, ഇത് മാത്രമാണ് അങ്ങ് ചെയ്യേണ്ടത്. ശരിയായി ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങയുടെ സത്യസന്ധത മനസ്സിലാക്കാൻ ആവശ്യത്തിലപ്പുറം തെളിവുകളുമുണ്ട്. അത് ബോധിച്ചവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ തള്ളട്ടെ. എല്ലാ സമൂഹങ്ങൾക്കും ഇങ്ങനെ വഴികാട്ടികളായ പ്രവാചകന്മാരുണ്ടായിരുന്നു. താങ്കളും അങ്ങനെ ഒരാളാണ്. ഈ സമുദായത്തിൻ്റെ വഴികാട്ടിയാണ് താങ്കൾ. നിർബന്ധിപ്പിച്ച് വിശ്വസിപ്പിക്കേണ്ട ചുമതലയൊന്നും താങ്കൾക്കില്ല. നോക്കൂ 7-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയഖൂലു അല്ലദീന കഫറൂ ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി ഇന്നമാ അൻത മുൻദിറുൻ വലികുല്ലി ഖൗമിൻ ഹാദ്. വയഖൂലു അല്ലദീന കഫറൂ,
സത്യനിഷേധികളായ കാഫിര്യങ്ങൾ പറയുന്നു, ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? ലൗല ഉൻസില അലൈഹി, എന്താണ് ഇയാൾക്ക് ഇറക്കപ്പെടാത്തത്? ആയത്തും മിർ റബ്ബിഹി, തൻ്റെ നാഥൻ്റെ പക്കൽ നിന്നുള്ളൊരു ദൃഷ്ടാന്തം. ഇയാൾക്ക് എന്താണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് അള്ളാഹുവിൽ നിന്നുള്ളൊരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം ഇറക്കാത്തത് എന്നവർ ചോദിക്കുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്ന നബിയോട്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ അൻത മുൻദിർ, നബിയെ അങ്ങ് ഒരു മുൻദിർ മാത്രമാണ്, ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. വലികുല്ലി ഖൗമിൻ ഹാദ്, ഓരോ സമൂഹങ്ങൾക്കും ഓരോ മാർഗദർശി കഴിഞ്ഞു പോയിട്ടുണ്ട്, ഓരോ മാർഗദർശി ഉണ്ട്. അതേപോലെ അങ്ങും ഇവരുടെ ഒരു മാർഗദർശി മാത്രമാണ്, നിർബന്ധിപ്പിച്ച് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവർ ചോദിക്കുന്നത് ചോദിച്ചോട്ടെ. ഹാദ് എന്ന് പറഞ്ഞാൽ മാർഗദർശി, സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ആളെന്നർത്ഥം. 8-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ചില ആയത്തുകളാണ് മുകളിൽ നമ്മൾ പറഞ്ഞത്. ഇനി അതിന് ശക്തി പകരുന്ന ചില കാര്യങ്ങൾ കൂടി അള്ളാഹു തആല പറയുകയാണ്, വ്യക്തമാക്കുകയാണ്. അള്ളാഹുവിൻ്റെ സർവജ്ഞത, അള്ളാഹുവിൻ്റെ സൂക്ഷ്മജ്ഞത, ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇനി പറയുന്നത്. ഒരു സ്ത്രീയുടെയും ആ സ്ത്രീയുടെ ഗർഭാശയത്തിലുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെയും സമ്പൂർണമായ വിവരങ്ങളും, അവളുടെ ഗർഭകാലം പൂർണ്ണമാണോ അപൂർണമാണോ എന്നതൊക്കെ ഇത് സംബന്ധമായ എല്ലാ വിവരങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. ഗർഭാശയത്തിലുള്ള എല്ലാ വിവരങ്ങളും അള്ളാഹുവിനെ അറിയൂ എന്നാണ് ഇനി പറയുന്നത്. ഗർഭം എപ്പോൾ ഉണ്ടാകുന്നു, എപ്പോൾ പ്രസവിക്കുന്നു, എത്ര കുട്ടികൾ ഗർഭത്തിലുണ്ട്, ആണാണോ പെണ്ണാണോ, പൂർണ്ണമായ അവയവമുള്ള കുട്ടിയാണോ അതോ വികലാംഗനാണോ, ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ, കുട്ടി തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ, ഭംഗിയുള്ളവനാണോ അതോ വിരൂപിയാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഗർഭം തികഞ്ഞ് ആ കുഞ്ഞ് പൂർണ്ണ ശിശുവായി പ്രസവിക്കപ്പെടുമോ അതോ ചാപ്പിള്ളയാകുമോ, ഗർഭം അലസിപ്പോകുമോ അതോ ഇല്ലയോ, ഇതൊക്കെ അറിയുന്നവനും അള്ളാഹു തന്നെയാണ്. ഇത് കൃത്യമായി പരിപൂർണമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ പിന്നെ സ്കാനിങ് മെഷീനുകൾക്കല്ലേ ഉണ്ട്, ആ മെഷീനുകൾ വഴി, സ്കാനിങ് മെഷീനുകൾ പോലെയുള്ളത് വഴി അറിയുന്നത് ഈ പറഞ്ഞതിന് അപവാദമല്ല. കാരണം അതുതന്നെ പലപ്പോഴും അപൂർണമാണ് എന്ന് നമുക്കൊക്കെ ബോധ്യമായതുമാണ്, പിഴവുകൾ സംഭവിക്കാവുന്നതുമാണ്. ഉദാഹരണങ്ങൾ നിരത്തേണ്ട കാര്യമില്ലല്ലോ. പല ഡോക്ടർമാരും പറയാറുണ്ട്, കുഞ്ഞിന് അതില്ല ഇതില്ല, അങ്ങനെ കുറവുണ്ട് ഇങ്ങനെ കുറവുണ്ട്, കിഡ്നിക്ക് പ്രശ്നമുണ്ട് അവിടെ പ്രശ്നമുണ്ട്, എങ്ങനെയാലും നിങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ കേസുകൾ ഒരു കുഴപ്പമില്ലാതെ പ്രസവിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ഒരു പിഴവുമില്ലാതെ അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. മറ്റേതൊക്കെ പിഴക്കാനുള്ള സാധ്യതകളുണ്ട്. ഓരോന്നിനും ഓരോ കാര്യത്തിനും അത് ഇന്ന പ്രകാരമായിരിക്കണമെന്നും ആയിരിക്കുമെന്നും ഓരോ തോതും കണക്കും അള്ളാഹു തആല നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. എല്ലാം വ്യവസ്ഥാപിതവും സുനിശ്ചിതവുമായാണ് അള്ളാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം 8-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദ് വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. അല്ലാഹു യഅലമു, അവൻ അറിയും, അവനെ അറിയൂ എന്ത്? മാ തഹ്മിലു കുല്ലു ഉൻസാ, ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നതും, ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നത് അള്ളാഹുവിനെ അറിയൂ, അള്ളാഹുവിനറിയാം. പിന്നെന്തും അറിയാം. ഒമാ തഗീദുൽ അർഹാം, ഗർഭാശയങ്ങൾ കുറക്കുന്നതും, ഒമാ തസ്ദാദു, ഗർഭാശയങ്ങൾ കൂട്ടുന്നതും. തഗീദു എന്ന് പറഞ്ഞാൽ കുറക്കുന്നത്. ഒമാ തഗീദുൽ അർഹാമു, ഗർഭാശയങ്ങൾ കൂട്ടുന്നതും അള്ളാഹുവിനറിയാം. ഗർഭാശയങ്ങൾ കുറക്കുന്നതും അള്ളാഹുവിനറിയാം. ഒമാ തസ്ദാദ്, കൂട്ടുന്നതും അള്ളാഹുവിനറിയാം. വകുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ ബിമിഖ്ദാർ, ഒരു നിശ്ചിത വ്യവസ്ഥ കൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും അവൻ്റെ അടുക്കൽ ഒരു നിശ്ചിത വ്യവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ, മഫാത്തിഹുൽ ഗൈബി ഖംസുൻ, അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോലുകൾ എന്ന പ്രധാന വിഷയങ്ങൾ, അദൃശ്യജ്ഞാനത്തിൻ്റെ പ്രധാനമായ അദൃശ്യങ്ങളുടെ താക്കോലുകൾ 5 എണ്ണമാകുന്നു. അതിങ്ങനെ എണ്ണീട്ട് അല്ലാഹു തആല പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യജ്ഞാനങ്ങളുടെ താക്കോലുകൾ, ഈ അദൃശ്യജ്ഞാനങ്ങൾ അള്ളാഹു അല്ലാതെ അവ അറിയുകയില്ല. നാളെ, അതായത് ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് അള്ളാഹുവിനല്ലാതെ അറിയില്ല. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നത് എന്താണെന്ന് അള്ളാഹു അല്ലാതെ അറിയില്ല. മഴ വരുന്നത് എപ്പോഴാണ് അള്ളാഹുവിനല്ലാതെ അറിയില്ല. എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് ഒരാളും അറിയില്ല. ഖിയാമം എപ്പോൾ സംഭവിക്കുമെന്നും ഒരാൾക്കും അറിയില്ല. ഇങ്ങനെ 5 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട അദൃശ്യജ്ഞാനം, അതായത് അതിൻ്റെയൊക്കെ താക്കോലുകൾ, പ്രധാന വിഷയങ്ങൾ. താക്കോൽ എന്ന് പറഞ്ഞാൽ പ്രധാന വിഷയങ്ങൾ എന്നർത്ഥം.
സൂറത്തു ലുഖ്മാനിലും ഇതേ വിഷയങ്ങൾ അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുണ്ട്. ലുഖ്മാൻ 34-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാമി വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ അതിൽ മഴ എപ്പോഴാണ് വരിക എന്നും കൂടെ അതിലുണ്ട്. അതേപോലെ ഓരോ മനുഷ്യനും നാളെ എന്ത് സംഭവിക്കും എന്നവൻ അറിയില്ല, എവിടെ വെച്ച് മരിക്കും എന്നവൻ അറിയില്ല എന്നൊക്കെ അതിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞത് ആ ഹദീത്തിലും പിന്നെ സൂറത്തു ലുഖ്മാൻ 34-ാം ആയത്തിലും പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം, ഗർഭം ധരിക്കുന്നതിനെ സംബന്ധിച്ച് മാത്രം. അപ്പോൾ ഗർഭാശയങ്ങൾ കൂട്ടുന്നതും കുറക്കുന്നതും നമ്മളെന്താണ് അതുകൊണ്ടൊരു ഉദ്ദേശമെന്ന് നമ്മൾ വിശദീകരിച്ചു അല്ലേ. ഗർഭാശയത്തിലുള്ളത് അത് പിന്നെ പൂർണ്ണമായി പ്രസവിക്കുമോ അതല്ല അപൂർണമായി പ്രസവിക്കുമ്പോൾ അതിലുള്ളത് പൂർണ്ണമാണോ അപൂർണമാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ കൂട്ടുന്നതും കുറക്കുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. 9-10 ആയത്തുകളിലേക്ക് നമുക്ക് കടക്കാം. രഹസ്യമോ പരസ്യമോ എന്ന വ്യത്യാസം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, രണ്ടും അവന് ഒരുപോലെയാണ്. ത്രികാലഭേദ മന്യേ എന്ന് പറഞ്ഞാൽ ഭൂത വർത്തമാന ഭാവി കാല വ്യത്യാസമില്ലാതെ, ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി സ്പഷ്ടമായി സുവ്യക്തമായി അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രകടമായത് മറഞ്ഞത് രഹസ്യമായത് പരസ്യമായത് ഇങ്ങനത്തെ വ്യത്യാസമല്ല. അള്ളാഹു അത്യുന്നതനാണ്, അള്ളാഹു മഹാനാണ്, മഹത്വത്തിൻ്റെയും ഉന്നതയുടെയും പാരമ്യം പ്രാപിച്ചവനാണ് അള്ളാഹു തആല. അള്ളാഹിൻ്റെ അടുക്കൽ രാത്രി സഞ്ചരിക്കുന്ന ആളെന്നോ പകൽ സഞ്ചരിക്കുന്നവനോ എന്ന വ്യത്യാസമല്ല. ഉദാഹരണമായി രാത്രിയുടെ കൂരിരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാളും പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരാളും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. പകല് സൂര്യപ്രകാശത്തിൽ നടന്നു പോകുന്ന ഒരാളെ കാണുന്ന പോലെ തന്നെ രാത്രി കൂരിരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ആളെയും അള്ളാഹ് കാണും എന്നർത്ഥം. അത്രയേറെ വിസ്തൃതവും സമഗ്രവുമാണ് അള്ളാഹുവിൻ്റെ അറിവ്. 9-10 ആയത്തോടെ നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആലിമുൽ ഗൈബി വശ്ശഹാദത്തിൽ കബീറുൽ മുതആൽ സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈൽ വസാരിബും ബിന്നഹാർ. ആലിമുൽ ഗൈബ് അള്ളാഹു അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. വശ്ശഹാദ ദൃശ്യവും അറിയുന്നവനാണ്. ദൃശ്യവും അദൃശ്യവും എന്ന് പറഞ്ഞാൽ മറഞ്ഞതും പ്രകടമായതും ഗോപ്യമായതുമായ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു തആല. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം, ഷഹാദത്ത് പറഞ്ഞാൽ ദൃശ്യം. അൽ കബീർ അവൻ മഹാനാണ്, അൽ മുതആൽ അവൻ ഉന്നതനുമാണ്. സവാഉം മിൻകും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമമാണ്. മൻ അസറൽ ഖൗല നിങ്ങളിൽ രഹസ്യമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ഒമൻ ജഹറ ബിഹി പരസ്യമായി സംസാരിക്കുന്നവനും, രണ്ടും അള്ളാഹിൻ്റെ അടുക്കൽ സമമാണ്. സവാഉൻ സമമാണ്. മിൻകും മൻ അസറൽ ഖൗല ഒമൻ ജഹറ ബിഹി നിങ്ങളിൽ രഹസ്യമായോ പരസ്യമായോ സംസാരിക്കുന്നവൻ. പിന്നെ ആരും ഒമൻ ഹു മുസ്തഖ്ഫിൻ ബില്ലൈൽ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും. മുസ്തഖ്ഫിൻ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നവൻ. ഒമൻ ഹു മുസ്തഖ്ഫിൻ ബില്ലൈൽ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും. വസാരിബൻ ബിന്നഹാർ പകൽ പുറത്തിറങ്ങി നടക്കുന്നവനും അവൻ്റെ അടുക്കൽ സമമാണ്. സാരിബിൻ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കുന്നവൻ. എപ്പോൾ? ബിന്നഹാരി പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനും രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും അതേപോലെ മെല്ലെ പറയുന്നവനും ഉറക്കെ പറയുന്നവനും ഒക്കെ റബ്ബിൻ്റെ അടുക്കൽ സമമാണ്, ഒരുപോലെയാണ്. സവാഉൻ. ഇനി നമ്മൾ 11-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. മറ്റ് സൃഷ്ടികളെ അപേക്ഷിച്ച് മനുഷ്യന് അല്ലാഹു തആല ഉന്നതമായ പദവിയും സ്ഥാനവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ വേണ്ടി അജ്ഞാതമായ പല ഏർപ്പാടുകളും അല്ലാഹു തആല ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കത് അറിയാൻ കഴിയില്ല, അങ്ങനത്തെ പല ഏർപ്പാടും നമുക്ക് കാണാൻ കഴിയില്ല. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് മലക്കുകളുടെ ഒരു സംഘം അല്ലാഹു തആല നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ വന്ന് നമ്മുടെ മുന്നിലും പിന്നിലുമായി നിൽക്കും. അവരുടെ ഡ്യൂട്ടി സമയം കഴിയുന്നതോടുകൂടി മറ്റൊരു സംഘം വരും. ഇങ്ങനെ ഷിഫ്റ്റായി ഊഴം വെച്ചാണ് അവർ ജോലി ചെയ്യുക. ആ സംരക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അവരങ്ങനെ നമ്മുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഉറക്കത്തിലും ഉണർച്ചയിലും ക്ഷുദ്രജീവികൾ, മനുഷ്യർ, ജിന്നുകൾ എന്നിവയിൽ നിന്ന് മലക്കുകൾ ഓരോ മനുഷ്യനും സുരക്ഷിതത്വം നൽകുന്നതാണ്. അങ്ങനെ ഒരു മലക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളും ഉണ്ടാകില്ല.
പിന്നെ അതിനുശേഷം അല്ലാഹു തആല പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിലൊന്നും അവൻ മാറ്റം വരുത്തില്ല. മനുഷ്യർ അതിക്രമകാരികളായി ജീവിക്കുകയാണെങ്കിൽ ആദ്യമുണ്ടായിരുന്ന നല്ല സ്ഥിതി അല്ലാഹു തആല മാറ്റിക്കളയും എന്നർത്ഥം. നമ്മളെ നിലപാട് മാറ്റാത്തിടത്തോളം കാലം അള്ളാഹു മാറ്റൂല. നമ്മൾ ആ നിയമത്തോടൊന്നും അല്ലാഹു തആല എടുത്തു കളയൂല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ എന്ന് മാറ്റിയോ അല്ലാഹു തആല മാറ്റും. ഇത് ഒരു സത്യമാണ്, ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടിയാണ്. അതിന് ചരിത്രം സാക്ഷിയുമാണ്. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, സമ്പ്രദായമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളൊക്കെ മറന്ന് തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ റാഹത്തുള്ള അവസ്ഥയിൽ നിന്ന് അള്ളാഹു തആല മാറ്റി നമ്മൾ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലേക്ക് മാറ്റും. പല ഹദീസുകളിലും ആ വിഷയമുണ്ട്. അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് അള്ളാഹു തആല മാറ്റിയാലോ അത് പ്രതിരോധിക്കാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അത് തടുക്കാനോ ആർക്കും കഴിയില്ല. അതാണ് ആയത്തിൻ്റെ അവസാനം പറയുന്നത്. കാരണം അള്ളാഹു അല്ലാത്ത ഒരു സംരക്ഷകനും ആർക്കില്ലല്ലോ. അള്ളാഹു തന്നെ സംരക്ഷിച്ചിട്ട് വേണ്ടേ? നോക്കൂ 11-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദ ലഹു വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. ലഹു മനുഷ്യനുണ്ട്, മുഅഖിബാത്തുൻ നിരന്തരം ഇടവിടാതെ വന്നുകൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. മുഅഖിബാത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന എന്നൊക്കെയാണ് ഉദ്ദേശം. ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന. ഇവിടെ ഉദ്ദേശം എന്താണ്? മുഅഖിബാത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്, ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. മിൻ ബൈനി യദൈഹി അവൻ്റെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹി അവൻ്റെ പിന്നിലൂടെയും. എന്താണ് അവരുടെ ഡ്യൂട്ടി? യഹ്ഫളൂനഹു ആ മലക്കുകൾ അവനെ സംരക്ഷിക്കുന്നു. പിന്നെ മിൻ അംരില്ലാഹ് അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ ആ മനുഷ്യരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ മനുഷ്യരെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ചില മലക്കുകൾ മനുഷ്യനുണ്ട്. എന്നിട്ട് പറയാണ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, തീർച്ചയായും അല്ലാഹു തആല ലാ യുഗയ്യിറു മാറ്റം വരുത്തില്ല തന്നെ, മാ ബിഖൗമിൻ ഒരു സമൂഹത്തിലുള്ളത്, ഹത്താ യുഗയ്യിറു അവർ മാറ്റുന്നത് വരെ, മാ ബി അൻഫുസിഹിം അവരുടെ നിലപാടുകൾ. മാ ബി അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാടുകൾ. അപ്പോൾ ഏതൊരു സമൂഹവും സ്വന്തം നിലപാടുകൾ മാറ്റുന്നത് വരെ അല്ലാഹു തആല അതിൽ മാറ്റം വരുത്തുകയില്ല. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഖൈറാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്ന് എന്നെ അതിനൊന്നും കിട്ടൂല, അല്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നാൽ അത് നടക്കൂല. നേരെ മറിച്ച് നമ്മൾ സ്വയം മാറാൻ തയ്യാറായാൽ എനിക്കതിന് കഴിയും, മാറ്റങ്ങൾക്ക് വിധേയനാകാൻ കഴിയും എന്ന് വിചാരിച്ച് നമ്മൾ നന്മയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് നമ്മുടെ പഴയ അലസതയും മടിയൊക്കെ ഒഴിവാക്കി ഇറങ്ങിയാൽ അല്ലാഹു തആല എല്ലാ സംഗതികളും ചെയ്തു തരും. രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ്, നന്മയുടെ സൈഡിലും തിന്മയുടെ സൈഡിലും. അതേപോലെ നല്ല റാഹത്തായി ജീവിച്ചാണ്. എല്ലാ നിഅമത്തുണ്ട്. ആ നിഅമത്തൊന്നും അംഗീകരിക്കാതെ തെറ്റുകളിൽ മുഴുകി അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലോ, അപ്പോൾ നമ്മൾ നമ്മുടെ നിലപാട് മാറ്റം വരുത്തിയാൽ അവിടെ അല്ലാഹു തആല ചെയ്ത നിഅമത്തുകൾ അതിൽ ആ നിലപാടുകൾ മാറ്റം വരും. പിന്നെ അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കും, അല്ലെങ്കിൽ ആ നിഅമത്തുകൾ തിരിച്ചെടുക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എന്തായാലും നമ്മളായിട്ട് മാറ്റം വരുത്താതെ അല്ലാഹു തആല മാറ്റം വരുത്തുകയില്ല എന്നർത്ഥം. നമ്മളാണ് ഉത്തരവാദികൾ എന്ന് ചുരുക്കം. ഇനി പറയാണ് വൈദാ അറാദല്ലാഹു ബിഖൗമിൻ, അങ്ങനെ അല്ലാഹു തആല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഏതെങ്കിലും സമൂഹത്തിന് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, സൂഅൻ എന്തെങ്കിലും തിന്മ വരുത്താൻ ഉദ്ദേശിച്ചാൽ, വൈദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഒരു സമൂഹത്തിന് എന്തെങ്കിലും തിന്മ, സൂ എന്ന് പറഞ്ഞാൽ തിന്മ വരുത്താൻ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, ഫലാ മറദ്ദ ലഹു ഒരു ഉപരോധവും അതിനുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ആർക്കും തട്ടിമാറ്റാൻ കഴിയില്ല. ഫലാ മറദ്ദ ലഹു ആ ഉദ്ദേശിച്ച കാര്യത്തിന് ഉപരോധമില്ല എന്ന് പറഞ്ഞാൽ അത് തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ല. വമാ ലഹും അവർക്കുണ്ടാകുകയുമില്ല, മിൻ ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ, മിൻ വാൽ ഒരു സംരക്ഷകനും. വാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സംരക്ഷകൻ. അള്ളാഹുവിനെ കൂടാതെ ഒരു സംരക്ഷകനും അവർക്കുണ്ടാകുകയുമില്ല. മലായിക്കത്തിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം അല്ലേ? നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് മലക്കുകൾ നമ്മുടെ വലത്തും ഇടത്തുമായി എപ്പോഴും ഉണ്ട് എന്ന് പല സ്ഥലത്തും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. 50-ാമത്തെ അധ്യായത്തിൽ 18 പറഞ്ഞിട്ടുണ്ട്. 82-ാം അധ്യായം 10-ലും 11-ലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റൊരു വിഭാഗം മലക്കുകളാണ് ഇവർ. നമ്മുടെ മുമ്പിലും പിമ്പിലുമായി തിന്മകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നൊക്കെ നമ്മളെ കാക്കുന്ന ഒരു വിഭാഗം മലക്കുകൾ. അവർ ഊഴം വെച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം മലക്കുകളുടെ സുരക്ഷാ വലയത്തിലാണ് മനുഷ്യനുള്ളത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസരണം അവർ ആ ചുമതല നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
മുഅഖിബാത്ത് എന്ന വാക്കിന് ശരിക്ക് ആദ്യ സംഘത്തിന് പിറകെ മറ്റൊരു സംഘം തുടർന്ന് വരുന്ന കാവൽക്കാരായ മലക്കുകൾ എന്നാണ് മുഫസ്സിറുകൾ അർത്ഥം നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു കൂട്ടം മലക്കുകൾ രാത്രിയും ഒരു കൂട്ടം മലക്കുകൾ പകലുമായി നിങ്ങളുടെ അടുത്ത് ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. സുബഹി നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലും അവർ ഒരുമിച്ച് ചേരും. ഞാൻ ആ ഡ്യൂട്ടി കഴിയുന്ന സമയമാണ്. രാത്രി ഡ്യൂട്ടിയുള്ള ആളുകൾ എന്നിട്ട് കയറി ചെല്ലുമ്പോൾ അള്ളാഹു തആല അവരോട് ചോദിക്കും, അള്ളാഹുവിന് നിങ്ങളെപ്പറ്റി നന്നായി അറിയാം, എന്നിട്ടും ആ മലക്കുകളോട് അള്ളാഹു തആല ചോദിക്കും, എൻ്റെ അടിമകളെ നിങ്ങൾ വിട്ടുപോകുന്നത് എങ്ങനെയാണ്? അവർ പറയും, ഞങ്ങളവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളവർ വിട്ടുപോരുമ്പോഴും അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അസ്റിൻ്റെയും പിന്നെ സുബഹിൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഡ്യൂട്ടികൾ മാറുന്ന സമയത്ത് ഒരു ഡ്യൂട്ടി, പുതിയ ഡ്യൂട്ടിക്കുള്ള മലക്കുകൾ വരുമ്പോൾ മറ്റേ ഡ്യൂട്ടിയുള്ള മലക്കുകൾ പോകുമായിരിക്കും. അപ്പോൾ വരുമ്പോഴും നമ്മൾ നിസ്കരിക്കുകയാണ്. പിന്നെ അസറിൻ്റെ സമയത്ത് അവർ തിരിച്ചു പോകുമ്പോൾ പുതിയ ടീം വരുമല്ലോ, അപ്പോഴും അവർ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഈ ഞങ്ങൾ ചെല്ലുമ്പോഴും നിസ്കരിക്കുകയാണ്, തിരിച്ചു പോരുമ്പോൾ നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞത് അതാണ് രണ്ട് നിസ്കാരങ്ങളെക്കുറിച്ച്. എല്ലാ സമയത്തും മലക്കുകൾ മനുഷ്യനുമായി പല രൂപത്തിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ആയത്തുകളും ഹദീസും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഭൗതികമായ കാര്യങ്ങൾ തന്നെയും മലക്കുകൾ പലതരത്തിലും നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അള്ളാഹുവിലും അദൃശ്യകാര്യങ്ങളിലും വിശ്വാസമുള്ളവരാരും നിഷേധിക്കാത്ത വസ്തുതയാണത്. അതാണ് ഇവിടെ പറയുന്നത് മുഅഖിബാത്ത്. മുഅഖിബാത്ത് എന്നത് ചില പ്രകൃതി ശക്തികളാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ചില ദുർവ്യാഖ്യാതാക്കൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മുഅഖിബാത്ത് എന്ന് പറഞ്ഞ ഉദ്ദേശം മനുഷ്യന്മാരെ ഇങ്ങനെ സംരക്ഷിക്കുന്ന മലക്കുകൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ മുഅഖിബാത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം അത് ചില പ്രകൃതി ശക്തികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനം നടത്താൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കണം. യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. ഈ വാക്യത്തെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവർ അവനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാത്തുരക്ഷിക്കുന്നു. അള്ളാഹുവിൻ്റെ വിധി നിശ്ചയം വരുമ്പോൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അതായത് വല്ല മതിലും വീഴുകയോ കിണറ്റിൽ വീഴുകയോ വന്യമൃഗങ്ങൾ പിടിക്കുകയോ മുങ്ങിപ്പോകുകയോ കരിഞ്ഞു പോകുകയോ ചെയ്യുന്നതിൽ നിന്ന് ഓരോരുത്തരെയും കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. ആ മലക്കുകൾ അള്ളാഹുവിൻ്റെ വിധി വരുമ്പോൾ അവൻ്റെയും ആ വിധിയുടെയും ഇടയിൽ അവർ ഒഴിഞ്ഞു കൊടുക്കും. അതായത് അള്ളാഹുവിൽ വിധിച്ചതുപോലെ വരട്ടെ എന്ന് പറഞ്ഞു ഒഴിഞ്ഞെടുക്കും. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റണമെന്ന് അള്ളാഹു തആല കണക്കാക്കിയിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ആ കണക്കാക്കിയത് നടപ്പാകുന്ന ആ സമയത്ത് ഈ മലക്കുകൾ എന്ത് ചെയ്യും? മാറി നിൽക്കും. അത് നടപ്പാകട്ടെ, അള്ളാഹുവിന് തീരുമാനമല്ലേ എന്ന് വിചാരിച്ചു. അതല്ലാത്ത കാലത്തോളം അവനെ ഇത്തരം അപകടങ്ങളിൽ നിന്നും അവനെ കാത്തു സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഓരോരുത്തരെയും ഉറക്കിലും ഉണർച്ചയിലും ജിന്ന്, മനുഷ്യർ, പ്രാണികൾ ഇവയിൽ നിന്ന് കാക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാതെ ഇരിക്കില്ല. എന്തെങ്കിലും ആപത്തുകൾ വരുമ്പോൾ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാറ്റിനോടും ആ മലക്ക് പിന്നോക്കം പോകുക എന്ന് പറയാതിരിക്കില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇത്തരം മലക്കുകൾ ആ മനുഷ്യന് അപകടങ്ങളും ആപത്തുകളും വരുമ്പോൾ ആ അപകടങ്ങളോട് പറയും, ആപത്തുകളോട് പറയും, അല്ലെങ്കിൽ ആ ക്ഷുദ്രജീവികളോട് പറയും, പിന്നോട്ട് പോ, ഇവൻ്റെ അടുത്തേക്ക് അടുക്കരുതെന്ന് പറയും. പക്ഷേ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച അനുവാദം നൽകിയ ചില വിഷയങ്ങളുണ്ടാവും. അത് അവന് സംഭവിച്ചോട്ടെ, ആ ഒരു മുസീബത്ത് അല്ലെങ്കിൽ ആപത്ത് അവന് വരേണ്ടതാണെന്ന് അള്ളാഹുവിന് മുൻകൂട്ടി നിശ്ചയിച്ച വിഷയങ്ങൾ അപ്പോൾ അവരെന്തെയും മാറിക്കൊടുക്കുകയും ചെയ്യും. അത് ഇങ്ങനെ പറയുകയും ഇല്ല, പിന്നോട്ടേക്ക് പോകൂ എന്ന് ആ ആപത്തിനോട് അവർ പറയുകയില്ല. കാരണം അത് അള്ളാഹു തആല അതിന് അനുവാദം നൽകിയിട്ടില്ല. അത് സംഭവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ആപത്തുകളിൽ നിന്ന് മനുഷ്യനെ കാത്തുരക്ഷിക്കാൻ മലക്കുകളുണ്ടെന്ന് അപ്പോൾ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് പലപ്പോഴും ആപത്തുകൾ സംഭവിക്കുന്നത്? അതിൻ്റെ മറുപടി ഇപ്പം നമ്മൾ പറഞ്ഞത് മനസ്സിലായില്ലേ? ഏത്? അള്ളാഹു തആല മുബറമായി റബ്ബിൻ്റെ ആ ഖളാ സംഭവിക്കണം, അങ്ങനെ അവനിങ്ങനെ ആപത്ത് വരണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നിശ്ചയത്തിന് മുമ്പിൽ മലക്കുകൾ എന്ത് ചെയ്യും? അവിടെ മാറി നിൽക്കും, അത് സംഭവിക്കുകയും ചെയ്യും. അല്ലാത്ത സമയത്തൊക്കെ അവരവനെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് 3 കാര്യങ്ങളാണ് അള്ളാഹു തആല പറഞ്ഞത്. ഒന്ന്, ഒരു സമൂഹം അവരുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തില്ല. അതായത് ഒരു സമൂഹത്തിന് അഭിവൃദ്ധിക്കോ ഭദ്രതക്കോ സമാധാനത്തിനോ തകരാറ് ബാധിക്കുന്നു എങ്കിൽ അത് അവരുടെ തന്നെ ചെയ്തികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അല്ലാതെ അള്ളാഹു തആല അതിക്രമം കാണിച്ചതല്ല എന്നർത്ഥം. മനുഷ്യൻ അള്ളാഹു ആദരിച്ചൊരു വിഭാഗമാണ്. ഈ ലോകങ്ങളും
അതിലുള്ള സർവ്വവും അള്ളാഹു തആല പടച്ചത് ഈ മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയും അവന് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടതാണ് മനുഷ്യൻ്റെ അനിവാര്യമായ ബാധ്യത. അതൊന്നും ചെയ്യാതെ നന്ദികേടിൻ്റെ വഴിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു തആല എടുത്തുകൊണ്ടുപോകും. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വരും. ഇത് ആ മനുഷ്യൻ സ്വയം വരുത്തി വെച്ചതാണ്. മനുഷ്യൻ നിലപാട് മാറ്റിയപ്പോൾ അള്ളാഹു തആലയും നിലപാട് മാറ്റിയതാണ്. ഓരോ വ്യക്തിക്കും ചിലപ്പോൾ അത്തരം ചെയ്തികളിൽ പങ്കാളിത്തം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു സമൂഹത്തിലെ എല്ലാവരും തെറ്റ് ചെയ്തുകൊള്ളണമെന്നില്ല. ഒരു വിഭാഗത്തിലെയോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലെയോ ചില വ്യക്തികൾ മാത്രമായിരിക്കും തെറ്റ് ചെയ്തത്. പക്ഷേ ആ തെറ്റുകൾ പോലും ഒരു സമൂഹത്തിൻ്റെ മൊത്തം നാശത്തിലാണ് കലാശിക്കുക. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വത്തഖൂ ഫിത്നത ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ. 8-ാം അധ്യായം 25-ാം ആയത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലെ അതിക്രമികളെ മാത്രമായി ബാധിക്കാത്ത കുഴപ്പം നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആൾക്കാർ മാത്രമല്ല കുടുങ്ങുക എന്നർത്ഥം. ഒരു സമൂഹത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ അതുകൊണ്ട് മുഴുവൻ ശിക്ഷയും പൊതു ശിക്ഷ വരാൻ അത് കാരണമായേക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഒരു ഹദീസിൽ ഇങ്ങനെ, അക്രമിയെ കണ്ടിട്ട് ആളുകൾ അവൻ്റെ കൈക്ക് പിടിക്കുന്നില്ലെങ്കിൽ അള്ളാഹു വല്ല ശിക്ഷയും അവർക്ക് പൊതുവായി നൽകിയേക്കാം എന്ന് പറഞ്ഞാൽ അക്രമിയെ തടഞ്ഞിട്ടില്ലെങ്കിൽ ആ സമൂഹത്തിന് പൊതുവെ ശിക്ഷ വന്നേക്കാം. ആയത്തിൻ്റെ ഭാഗത്ത് പറയുന്ന രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു സമൂഹത്തിന് വല്ല തിന്മയും ബാധിക്കണമെന്ന് അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ അതാർക്കും തടയാൻ കഴിയില്ല. ഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദ ലഹ്. ഇതിൽ തിന്മ എന്ന് പറഞ്ഞാൽ എല്ലാ തരം തിന്മകളും പെട്ടു. അസുഖങ്ങൾ, ക്ഷാമം, പരാജയങ്ങൾ, പേടി, മരണം, സാമ്പത്തിക നഷ്ടം, ആൾനഷ്ടം, അങ്ങനെ എല്ലാം പെട്ടു. അതേസമയം പ്രത്യേകമായ യുക്തമായ ഒരു കാരണമില്ലാതെ അള്ളാഹു തആല അങ്ങനെ ഉദ്ദേശിക്കുകയില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നത് തീർച്ചയുമാണ്. എങ്ങാനും ഉദ്ദേശിച്ചു കഴിഞ്ഞാലോ പിന്നെ ആർക്കും തടയാൻ സാധിക്കില്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം, മനുഷ്യരുടെ യഥാർത്ഥ രക്ഷാധികാരിയും സംരക്ഷകനും അള്ളാഹു മാത്രമാണ്. വേറെ ആർക്കും അതിൽ പങ്കില്ല. വേറെ ആരും സഹായിക്കാനോ രക്ഷിക്കാനോ വരികയുമില്ല. വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. അതാണ് അതിൻ്റെ ആശയം. 12-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ മഹാശക്തിയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് മിന്നൽ പിണരുകൾ, അല്ലേ, മിന്നലുകൾ ഇതെല്ലാവർക്കും സുപരിചിതമാണ്. ഇതൊരു അത്ഭുത പ്രതിഭാസം. ഇതാരാണ് സംവിധാനിക്കുന്നത്? അള്ളാഹുവാണ് സംവിധാനിക്കുന്നത്. മിന്നലുണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ വെളിച്ചം മനുഷ്യനെ പേടിപ്പെടുത്താറുണ്ട്. ശരീരത്തിലോ മറ്റോ ഏൽക്കുമോ എന്ന് പേടിക്കും. അതേസമയം ഒരു മഴ വരുന്നല്ലോ എന്നൊരു പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും. ഇടിമിന്നൽ മഴയുടെ ലക്ഷണമാണല്ലോ. മഴയാണെങ്കിലോ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യവുമാണ്. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, അതേസമയം ഒരു പേടിയുണ്ടാവും. മഴ വരുന്നു എന്ന സന്തോഷവും എങ്ങാനും ആപത്തേൽക്കുമോ എന്ന പേടിയും. നല്ല ഖനമുള്ള കാർമേഘങ്ങൾ സൃഷ്ടിക്കുന്നതും അള്ളാഹു തന്നെയാണ്. അനേകായിരം ടൺ ഭാരമുള്ള മേഘങ്ങളാണ് അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതൊക്കെ ആരുണ്ടാക്കുന്നത്? അള്ളാഹു അല്ലേ? ഇത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നോക്കൂ 12-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅൻ വയൻശഉസ് സഹാബത് തിഖാൽ. ഹുവ അള്ളാഹു അല്ലദീ, അവൻ ഒരുത്തനാണ്, യുരീക്കും അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, അൽ ബർഖ മിന്നൽ പിണർ. ഹുവല്ലദീ യുരീകുമുൽ ബർഖ, മിന്നൽ പിണർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവനാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നൽ. ഖൗഫൻ ആശങ്കയോടെ, വതമഅൻ ആശയോടെയും. അപ്പം ആശയും ആശങ്കയുമായി. ഖൗഫൻ എന്ന് പറഞ്ഞാൽ പേടി, തമഅൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, ആശ. അപ്പം ആശയും ആശങ്കയുമായി മിന്നൽ പിണർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അള്ളാഹുവാണ്. പിന്നെയോ വയൻശഉ, അവൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അസ്സഹാബ മേഘങ്ങളെ, അസിഖാൽ ഭാരിച്ച നല്ല ഖനമുള്ള കാർമേഘങ്ങളെ ഉണ്ടാക്കുന്നതും അവൻ തന്നെയാണ്. അവനാണ് ഉണ്ടാക്കുന്നത്. സിഖാൽ എന്ന് മേഘങ്ങളെ വിശേഷിപ്പിച്ചത് അതിൽ നിന്ന് പെയ്യുന്ന മഴവെള്ളത്തിൻ്റെ ഭാരവും അതിൻ്റെ തോതും സൂചിപ്പിക്കുന്നതാണ്. ഇടിയും മിന്നലും ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് സയൻസ് വിശദീകരിച്ചത് ഈ സൂറയുടെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ശരി. ഇടിയും മിന്നലും രണ്ടും ഒരേ സമയത്താണ് ഉണ്ടാകുന്നത് എങ്കിലും പ്രകാശത്തിൻ്റെ സഞ്ചാരം വളരെ വേഗത്തിലായതുകൊണ്ട് മിന്നലാണ് നമ്മൾ ആദ്യം കാണുക, ശബ്ദം പിന്നെ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അല്ലാഹു തആല മിന്നലിനെ പറ്റി ആദ്യം പറഞ്ഞത്. അടുത്ത ആയത്തിലാണ് ഇടിയെപ്പറ്റി പറയുന്നത്, 13-ാമത്തെ ആയത്തിൽ. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال. ويسبح الرعد ഇടിനാദം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു, ബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടൊപ്പം. വയുസബ്ബിഹു റഅദു ഇടിനാദം, ഇടി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, ബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടൊപ്പം. വൽ മലായികത്തു അള്ളാഹുവിൻ്റെ മാലാഖമാർ, മിൻ ഖൈഫത്തിഹി അവനോടുള്ള ഭയപ്പാട് മൂലം അവരും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട്. ഇടി സ്തുതിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, മലായിക്കത്ത് ഭയപ്പാട് മൂലം, അതായത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ട് അവരും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. വൽ മലായിക്കത്തു മിൻ ഖൈഫത്തിഹി മലക്കുകൾ അവനോടുള്ള ഭയപ്പാട്, ഖൈഫത്ത് എന്ന് പറഞ്ഞാൽ ഭയപ്പാട്, പേടി മൂലവും അള്ളാഹു താലാക്ക് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വയുർസിലു അള്ളാഹു താല അയക്കുന്നു അസ്സവാഇഖ ഇടിത്തികളെ, എന്നിട്ട് ഫയുസീബു ബിഹാ അത് അവൻ ഏൽപ്പിക്കുന്നു, മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. വയുർസിലു അസ്സവാഇഖ ഫയുസീബു ബിഹാ മൻ യശാഉ അവൻ ഇടുത്തി അയക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. സവാഇഖ് എന്ന് പറഞ്ഞാൽ ഇടുത്തി. അപ്പോൾ അല്ലാഹു തആല ഇടുത്തി അയക്കും, അത് ആർക്ക് ഏൽക്കണമെന്ന് അവൻ നിശ്ചയിച്ചോ അവർക്കത് ഏൽക്കുകയും ചെയ്യും. അങ്ങനെ അവൻ ഉദ്ദേശിക്കുന്നവരത് ഏൽപ്പിക്കുകയും ചെയ്യും. വഹും യുജാദിലുന ഫില്ലാഹ് അങ്ങനെ ആ ഇടുത്തി ഏൽക്കുന്ന സമയത്ത് അവരുടെ അവസ്ഥ എന്താ? വഹും അവർ യുജാദിലുന തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് ഫില്ലാഹി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ. അള്ളാഹു ഉണ്ടോ ഇല്ലേ, ഖിയാം നാളുണ്ടോ ഇല്ലേ എന്നൊക്കെ അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർക്ക് ആ ഇടുത്തി ഏൽക്കുക. വഹുവ അള്ളാഹു തആല ശദീദുൽ മിഹാൽ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഷദീദുൽ മിഹാൽ, മിഹാൽ എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നാണ്. ഷദീദുൽ മിഹാൽ കഠോര ശിക്ഷ നൽകുന്നവനാണ് അള്ളാഹു തആല. അപ്പോൾ ഇടിയും മിന്നലും കാർമേഘങ്ങളും മഴയും ഒക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ നമുക്ക് സമയമല്ല. ഇത് ആരുണ്ടാക്കുന്നു, ആര് സംവിധാനിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ സൗകര്യമല്ല, മനസ്സുമില്ല. ഇടിമിന്നലുകൾ സത്യത്തിൽ വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓരോ സെക്കൻഡിലും ശരാശരി 100 എന്ന കണക്കിന് മിന്നലുകൾ ഉണ്ടാകുന്നുണ്ട്. അഥവാ ദിവസേന 80 ലക്ഷം മിന്നലുകൾ അത്രയും ഉണ്ടാകുന്നുണ്ട് എന്നാണ്. കരയിലുണ്ടാകുന്നുണ്ട്, കടലിൽ നിന്നാണ്ട് മിന്നലുകൾ, കരയിലും കടലൊക്കെ ഉണ്ടാകുന്നുണ്ട്. 60 ലക്ഷം വീടുകൾ വൈദ്യുതീകരിക്കാൻ ആവശ്യമായ കറണ്ട്, വിദ്യുച്ഛക്തി ഇങ്ങനെ വ്യയം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ 60 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത കണക്കുകളിൽ പറയുന്നുണ്ട്. മിന്നലിൽ നിന്ന് നമുക്ക് 60 ലക്ഷം വീടുകൾക്ക് കറണ്ട് കൊടുക്കാവുന്ന, വൈദ്യുതി കൊടുക്കാവുന്ന അത്രയും ഊർജം അതിനുണ്ടാകുന്നുണ്ട്, കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ഈ ഇടിമുഴക്കം വെറും ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഒരർത്ഥവും ഇല്ലാത്ത പ്രതിഭാസമോ അല്ല. അത് ആ ശബ്ദം, ആ ഇടി അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുകയാണ്, അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിനോടുള്ള ആദരവും ഭയവും കൊണ്ട് മലക്കുകളും അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മലക്കുകളുടെ തസ്ബീഹ് എന്താണ്, എങ്ങനെ നമുക്കൊക്കെ അറിയാം അല്ലേ? ഇവിടെ പറഞ്ഞത് ഇടി അള്ളാഹുവിനെ സ്തുതിക്കുന്നു, ഇടി അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. ഇതിപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശം എന്താ? ഓരോന്നിനും അതിൻ്റെതായ തസ്ബീഹ് ഉണ്ട്. അത് അള്ളാഹു തആല മറ്റൊരു ആയത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുസബ്ബിഹു ലഹു സ്സമാവാതു സ്സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. തുസബ്ബിഹു ലഹു അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സ്സമാവാതു സ്സബ്ഉ 7 ആകാശങ്ങൾ, വൽ അർദു ഭൂമിയും, വമൻ ഫീഹിന്ന അതിലുള്ളതൊക്കെയും, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യാത്ത ഒരൊറ്റ വസ്തുവുമില്ല. പക്ഷേ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല, നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് എങ്ങനെയാണെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. 17-ാം അധ്യായം 44-ാം ആയത്താണത്. ഈ ആശയം അടുത്ത 15-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഇടി അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധ വാഴ്ത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് അതിനോട് യോജിച്ച തരത്തിലുള്ള ഒരു സ്തുതിയും കീർത്തനവും നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. വയുർസിലു സവാഇഖ ഫയുസീബു ബിഹാ മൻ യശാ. ഇടിയും മിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യന് ഒരേ സമയം പേടിയുണ്ടാവും, നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യാശയും ഉണ്ടാവും. മഴ വരുമെന്ന് പേടിയുണ്ടാവും, ആശ ഉണ്ടാവും, ഏൽക്കുമോ എന്ന പേടിയുണ്ടാവും. വളരെ അപ്രതീക്ഷിതമായാണ് പലപ്പോഴും ഇടിയും മിന്നലൊക്കെ അത്യാഹിതങ്ങളായി മാറുന്നത്.
മിന്നലേൽക്കുക എന്നൊക്കെ പറയാറില്ലേ, അല്ലെങ്കിൽ ഇടുത്തി ഇറങ്ങുക, ഇതൊക്കെ സുപരിചിതമാണ്. മരിക്കുക മാത്രമല്ല, ചിലപ്പോൾ ആൾക്കാർ മരിച്ചെന്ന് വരും. ചിലപ്പോൾ വലിയ കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങൾ ഇതൊക്കെ തകർന്ന് നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി എന്നൊക്കെ വരും. ഇത് എല്ലായ്പ്പോഴും അങ്ങനെയാണോ? അല്ല, എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നാശം വിതയ്ക്കുന്ന ഇടിമിന്നലുകൾ താരതമ്യേന വളരെ കുറവാണ്. മാത്രമല്ല, മിന്നൽ കൊണ്ട് നമുക്ക് കുറേ പ്രയോജനങ്ങൾ വേറെയുണ്ട്. അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാകത്തിൽ നൈട്രേറ്റുകളായി പരിവർത്തിപ്പിക്കുന്നത് മിന്നലാണെന്നാണ്. അതിൽ മിന്നൽ വലിയ പങ്കുണ്ടെന്നാണ്. എങ്ങനെ? അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജനെ സസ്യങ്ങൾക്ക് മറ്റൊക്കെ ഉപയോഗിക്കാൻ പാകത്തിൽ നൈട്രേറ്റുകളാക്കി മാറ്റുന്നതിൽ മിന്നലുകൾക്ക് പങ്കുണ്ട്. അപ്പം അങ്ങനെ ഉപകാരങ്ങളും ഉണ്ടെന്നർത്ഥം. ചുരുക്കത്തിൽ ഇടുത്തികൾ ഉണ്ടാകുമ്പോഴൊക്കെയും അതുകൊണ്ട് ആപത്ത് സംഭവിക്കുന്നില്ല. എപ്പോഴാണ് സംഭവിക്കുക? അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അതുമൂലം ആപത്ത് നേരിടുകയുള്ളൂ. അതാണ് ഫയുസീബു ബിഹാ മൻ യശാഉ എന്ന് പറഞ്ഞത്. ഇടി, ഇടിവാള്, മിന്നൽ, മേഘം, മഴ, ഇതിനൊക്കെ ആധുനിക സയൻസിൻ്റെ ഭാഷയിൽ കാരണങ്ങൾ പലതും പറയാനുണ്ടെങ്കിലും ആ കാരണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ രംഗത്ത് വന്ന് സംഭവിക്കുന്നത്, ഇത് ചെയ്യുന്നത് അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവിൻ്റെ വ്യവസ്ഥ അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അധികാര അവകാശങ്ങളെക്കുറിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് മുശ്രിക്കുകൾ ചെയ്യുന്നത്. മിന്നൽ പിണരുകൾ തലങ്ങും വിലങ്ങും പായുമ്പോഴും ഇടി മുഴങ്ങുമ്പോഴും ഇവർ തർക്കിക്കുന്നതിനെക്കുറിച്ചാണ്. അള്ളാഹ് ഉണ്ടോ ഇല്ലേ, പിന്നെ ദൈവനിഷേധം, അതേപോലെ മതനിരാസം, നവലിബറലിസം, ഇതിനെക്കുറിച്ചൊക്കെ സെമിനാറുകളും പ്രഭാഷണങ്ങളും നടത്തുമ്പോഴാണ് ഇടിമിന്നൊക്കെ അങ്ങനെ പായുന്നത്. എന്നിട്ട് അവർ ചിന്തിക്കണില്ല. ആ സമയത്തായിരിക്കും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നാണ് ഇവർ മിന്നലേറ്റ് കരിഞ്ഞ് ചാമ്പലായി മാറുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. വഹും യുജാദിലുന ഫില്ലാഹി വഹുവ ശദീദുൽ മിഹാൽ. തൽക്കാലം അവരെ അവരുടെ പാട്ടിന് വിടുന്നുണ്ടെങ്കിലും പിന്നീട് അതിശക്തമായി അവരെ അള്ളാഹു തആല പിടികൂടും, നടപടിയെടുക്കും എന്നാണ് വഹുവ ശദീദുൽ മിഹാൽ എന്ന് പറഞ്ഞ ഉദ്ദേശം. ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഒരു ഹദീത്തിൽ, ഒരു ജാഹിലി പ്രമുഖനെ, അതായത് ജാഹിലിയ കാലത്തുണ്ടായ ഒരു പ്രമുഖനായ ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയെ പറഞ്ഞയച്ചു. ആ സഹാബി ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അയാൾ കളിയാക്കി, എന്താ അള്ളാഹു, അങ്ങനെ ഒരു അള്ളാഹു ഉണ്ടോ? ഓ ഇരുമ്പാണോ, ചെമ്പാണോ, വെള്ളിയാണോ, സ്വർണമാണോ, എന്തോടെ അള്ളാഹുണ്ടാക്കിയത്, എന്താ അള്ളാഹുവാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ച് പരിഹസിച്ചു എന്നാണ്. ഏതായാലും അയാൾ തിരിച്ചു പോന്നു. പിന്നീടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഇയാൾ, ഈ ദൂതൻ, ഈ സഹാബി 3 പ്രാവശ്യം അയാളുടെ അടുത്ത് പോയിട്ട് ഇതേപോലെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അപ്പോഴൊക്കെ അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് ധിക്കാരവും പരിഹാസവും തുടരുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഒരു ഇടുത്തി അയാൾക്ക് വരുന്നതും ആ ഇടുത്തി ഏൽക്കുന്നതും ഉടനെ തന്നെ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്നതും. അന്നേരമാണത്രേ ഈ ആയത്ത് അവതരിച്ചത്. ഇപ്പോൾ സയൻസ് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. എന്നാലും ഇടിയും മിന്നലും ഇപ്പോഴും എല്ലാവർക്കും പേടി തന്നെയാണ് അല്ലേ? ഇടിയും മിന്നലും അതിനെ തടയാനും പ്രതിരോധിക്കാനും ഒക്കെ ഒരുപാട് മാർഗങ്ങളൊന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം പോലെ പല പ്രതിരോധ സംവിധാനങ്ങളും നിലവിലുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പരിധിവരെ ഫലപ്രദമാണ് എന്ന് പറയാമെങ്കിലും പൂർണ്ണ തോതിൽ പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കാൻ അതിന് കഴിയില്ല. ഇപ്പോഴും നടക്കുന്നില്ല. ഇപ്പോഴും മിന്നലിട്ട് ആളുകൾ മരിക്കുന്നില്ല. ഇപ്പോഴും ബിൽഡിങ്ങുകൾ തകരുന്നില്ല. ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ആയുധ നിർമ്മാണശാല മിന്നലേറ്റ് കത്തിച്ചാമ്പലായി എന്നാണ്. അവർക്കിപ്പോൾ പ്രതിരോധ സംവിധാനം ഉണ്ടായിട്ടല്ലല്ലോ. അമേരിക്കയ്ക്ക് ഉണ്ടല്ലോ ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങൾ. അതേപോലെ കാലിഫോർണിയയിലെ എണ്ണപ്പാടങ്ങളിൽ മിന്നലേറ്റിട്ട് $1 കോടി നഷ്ടമാണ് ഉണ്ടായതെന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇടിയും മിന്നലുണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തിരുന്നത് ഹദീസിലുണ്ട്. ഇടിയുടെ സൗണ്ട് കേട്ടാൽ അവിടുന്ന് പറയും, സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫതിഹി വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ പറയുമെന്നാണ്. എന്നാൽ നമ്മളിപ്പോൾ ഈ പഠിച്ച ആയത്തിൻ്റെ അതിനോട് കൂടി ചേർത്തിട്ട് സുബ്ഹാനമൻ ചേർത്തിട്ട് പറയാണ്, യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫതിഹി. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫതിഹി വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മളിങ്ങനെ പറയുക അല്ലേ? നമ്മൾ സാധാരണ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന സംഗതിയാണ്. അപ്പോൾ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫതിഹി. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെയും പറയാറുണ്ടായിരുന്നു അത്രേ, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. അല്ലാഹുവേ,
നീ ഞങ്ങളെ നിൻ്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊല്ലരുതേ, ഞങ്ങളെ നീ ശിക്ഷിക്കരുതെന്നർത്ഥം. വലാ തുഹ്ലിക്കനാ ബിഅദാബിക്, നിന്റെ ശിക്ഷയാൽ ഞങ്ങളെ നശിപ്പിക്കുകയും ചെയ്യരുത്. വആഫിനാ ഖബ്ല ദാലിക്, അതിനു മുമ്പേ ഞങ്ങൾക്ക് നീ സൗഖ്യം നൽകണമേ. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഈ ജിഡിയുടെ സൗണ്ട് കേട്ടാൽ സംസാരവും മറ്റു കാര്യങ്ങളും ക്ലാസ്സൊക്കെ നിർത്തിയിട്ട് സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി എന്ന് പറയും. അതിനുശേഷം അദ്ദേഹം പറയും അത്ര ഇന്ന ഹാദാ ലവഈദുൻ ലിഅഹ്ലിൽ അർളി ശദീദ്, ഭൂമിയിലുള്ള ആളുകൾക്ക് അതിഗൗരവതരമായ മുന്നറിയിപ്പാണ്, അപായ മുന്നറിയിപ്പാണ് നൽകുന്നത് എന്ന് പറയും അത്ര. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരാൾ ഇടി കേൾക്കുമ്പോൾ സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ഊഫിയ മിമ്മാ യകൂനു ഫി ദാലിക റഅദ്, ആ ഇടിയുമായി ഉണ്ടാകുന്ന വിഷമത്തിൽ നിന്ന് അയാൾക്ക് കാവൽ നൽകപ്പെടും എന്നും ഹദീസിലുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും ചില സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അത് നല്ലതാണ്. അതായത് തുറസ്സായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക, മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കാതിരിക്കുക, സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുക. ഉദാഹരണം കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക്, വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ മാറുക. നീന്തുകയാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് മാറി നിൽക്കുക, ഇങ്ങനെയൊക്കെ. അതേപോലെ തന്നെ വൈദ്യുത ഉപകരണങ്ങൾ, മൊബൈല്, TV, ഫ്രിഡ്ജ്, മറ്റങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ലോഹത്തിൻ്റെ എന്തെങ്കിലും വസ്തുക്കൾ കയ്യിൽ പിടിക്കാതിരിക്കുക, കുട ചൂടിയിട്ട് നടക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾക്ക് സാധാരണഗതിയിൽ എടുക്കാൻ പറ്റുന്ന പ്രീക്കോഷൻസാണ്. ഏതായാലും അല്ലാഹു തആല എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ഖബൂലാക്കാൻ റബ്ബേ. നിൻ്റെ മഹത്തായ കാരുണ്യം, സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തും ഞങ്ങൾ എല്ലാവരും കാത്തുരക്ഷിക്കണം അല്ലാഹ്. എല്ലാ തെറ്റുകളും പുറത്തു തരണം തമ്പുരാനെ. ക്ലാസ്സുകളെല്ലാം നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഖൈർ നൽകണം തമ്പുരാനെ. اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا وللمؤمنين والمؤمنات. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. دعاء سينا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.